ഹലോ ഫ്രണ്ട്സ്, 9ാം ക്ലാസ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഹിസ്റ്ററിയിലെ 6ാമത്തെ പാഠമായ സമന്വയത്തിൻ്റെ ഇന്ത്യ എന്ന പാഠമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഭരണാധികാരികളുടെ ആത്മകഥകൾ, ജീവചരിത്രങ്ങൾ, സഞ്ചാരികളുടെ കുറിപ്പുകൾ, ദിനവൃത്താന്തങ്ങൾ, ചരിത്രകൃതികൾ തുടങ്ങി വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നുമാണ് മധ്യകാല ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത്. വിവിധ സംസ്കാരങ്ങളുടെ സമന്വയത്തിൻ്റെ കാലമായിരുന്നു മധ്യകാലഘട്ടം. സാഹിത്യത്തിലും സംഗീതത്തിലും ചിത്രമെഴുത്തിലും ശില്പകലകളിലും പുതിയ ശൈലികൾ മധ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ടു. ഇന്ത്യയിൽ വിവിധ മതവിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ഇന്ത്യയിലേക്ക് വിവിധ മതങ്ങൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണ് കടന്നു വന്നത്. ഇത് മധ്യകാലഘട്ടത്തിൽ പുതിയ ആശയങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമായിട്ട് മാറി. ഇത്തരത്തിൽ ദർശനങ്ങളുടെ പരസ്പര സ്വാധീനത്താൽ രൂപം കൊണ്ട രണ്ട് ആശയങ്ങളാണ് സൂഫി പ്രസ്ഥാനവും ഭക്തി പ്രസ്ഥാനവും. ആദ്യമായിട്ട് നമുക്ക് സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ച് നോക്കാം. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ആഡംബര ജീവിതത്തോട് വൈമുഖ്യം കാണിക്കുകയും ചെയ്തവരാണ് സൂഫികൾ. സൂഫികൾ മധ്യേഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന കാലഘട്ടം 11ാം നൂറ്റാണ്ടാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സൂഫികൾ താമസം ഉറപ്പിച്ചു. അവർക്ക് നിരവധി അനുയായികൾ ഉണ്ടായിരുന്നു. ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള മാർഗമായിട്ട് ഭക്തിയെ സൂഫികൾ കണക്കാക്കി. ഒരാൾ ദൈവത്തെ ശരിക്കും സ്നേഹിച്ചാൽ അയാൾ ദൈവത്തോടും ചുറ്റുമുള്ള മനുഷ്യരോടും അടുക്കുമെന്ന് സൂഫികൾ വിശ്വസിച്ചു. എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണമെന്ന് അവർ പറഞ്ഞു. സൂഫി ഗുരു അറിയപ്പെട്ടിരുന്നത് പീർ അഥവാ ഷെയ്ഖ് എന്നാണ്. അനുയായികൾ അറിയപ്പെട്ടിരുന്നത് മുരീദ് എന്നാണ്. സൂഫികളുടെ താമസ സ്ഥലം ഖാൻ ഗുഹകളാണ്. ഖാൻ ഗുഹകൾ അന്നത്തെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ട് ആയിരുന്നു. ദൈവത്തോട് അടുക്കാനുള്ള ഒരു മാർഗം ഭക്തിഗാന ലാപനമാണെന്ന് അഭിപ്രായപ്പെട്ട അജ്മീറിലെ, അതായത് രാജസ്ഥാനിലെ പ്രശസ്തമായ അല്ലെങ്കിൽ പ്രസിദ്ധമായ ഒരു സൂഫി വാര്യനാണ് ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി. ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി സൂഫി കേന്ദ്രങ്ങളിൽ ആലപിക്കുന്ന ഭക്തിഗാനങ്ങളാണ് ഖവാലികൾ. ഭരണാധികാരികളും പൊതുജനങ്ങളും ഒരുപോലെ ബഹുമാനിച്ചിരുന്ന സൂഫി വര്യനാണ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയുടെ കേന്ദ്രം ഡൽഹിയാണ്. സൽത്തനത്ത് കാലത്തും മുഗൾ കാലഘട്ടത്തിലും വിവിധ മതസ്ഥർക്കിടയിൽ ബന്ധങ്ങളുടെ പാലങ്ങൾ തീർത്ത സൂഫികളായിരുന്നു. സൂഫിസം എന്ന വാക്ക് ഉത്ഭവിച്ച പദം തസവൂഫ് എന്ന വാക്കിൽ നിന്നുമാണ്. ഈ വാക്കിന് ചരിത്രകാരന്മാർ പല അർത്ഥങ്ങൾ നൽകിയിരുന്നു. കമ്പിളി എന്ന അർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നുമാണ് സൂഫിസം എന്ന പദം ഉണ്ടായത് എന്നാൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം സൂഫികൾ ധരിക്കുന്ന അയഞ്ഞ കമ്പിളി വസ്ത്രങ്ങളാണ് ഈ പദം സൂചിപ്പിക്കുന്നതിന് എന്ന് അവർ അഭിപ്രായപ്പെടുന്നു. ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫ എന്ന വാക്കിൽ നിന്നുമാണ് ഇതുണ്ടായതെന്ന് മറ്റു ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. സൂഫി വര്യന്മാരും അവരുടെ സ്ഥലവും നോക്കാം. ബാബ ഫരീദ് അയോദാൻ, സയ്യിദ് മുഹമ്മദ് ജുസുദറാസിൻ്റെ സ്ഥലം ഗുൽബർഗയാണ്. ഷാ അലം ബുഖാരിയുടെ ഗുജറാത്ത്, ബഹാഉദ്ദീൻ സക്കരിയ മുൾത്താൻ, ഷേഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർദി സിൽഹറ്റിലുമാണ് അവരുടെ സ്ഥലം. അടുത്തതായിട്ട് നമുക്ക് ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് നോക്കാം. ഇഷ്ടദൈവത്തിലേക്ക് സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവഭക്തിയെ അടിസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളെയും പൊതുവെ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നു. ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയ ഭക്തി ആദ്യം വളർന്നു വന്നത് ദക്ഷിണേന്ത്യയിലാണ്. ആദ്യകാല ഭക്തി പാരമ്പര്യങ്ങളുടെ സവിശേഷതകൾ നോക്കിയാൽ ഭക്തവികളായ സന്യാസിമാരെയായിരുന്നു പ്രചാരകർ. യഥാസ്ഥികത ബ്രാഹ്മണ പാരമ്പര്യങ്ങളെ വെല്ലുവിളിച്ചു. സ്ത്രീകൾക്കും കീഴ്ജാതിക്കാർക്കും പ്രാതിനിധ്യം നൽകി. സാഹിത്യത്തിലും സംഗീതത്തിലും സംഭാവനകൾ നൽകി. ആഴ്വാർമാരും
നായനാർമാരും. ആദ്യകാല ഭക്തി പ്രസ്ഥാനം ഉത്ഭവിച്ചത് തമിഴ്നാട്ടിൽ നിന്നുമാണ്. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആഴ്വാർമാരും നായനാർമാരുമാണ്. ആഴ്വാർമാർ വിഷ്ണു ഭക്തരായിരുന്നു. നായനാർമാർ ശിവഭക്തരുമായിരുന്നു. അവർ ഭക്തിഗാനങ്ങൾ രചിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ആഴ്വാർമാരും നായനാർമാരും ജാതീയമായ അസമത്വങ്ങളെ എതിർത്തു. അവരുടെ കൂട്ടത്തിൽ സന്യാസിനിമാരുണ്ടായിരുന്നു. വൈഷ്ണവ സന്യാസിനിമാരിൽ പ്രമുഖയാണ് ആണ്ടാൾ. സന്യാസിനിയായിരുന്ന കാരക്കൽ അമ്മയാർ ശിവഭക്തയായിരുന്നു. നായനാർമാർ തൊഴിലാളികൾ, കർഷകർ, വേട്ടക്കാർ, സൈനികർ, ബ്രാഹ്മണർ, മുഖ്യനാർ തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. തേവാരം എന്ന പേരിലാണ് ഇവരുടെ കൃതി സമാഹരിക്കപ്പെട്ടത്. വീരശൈവ പ്രസ്ഥാനം 12ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപം കൊണ്ട ഒരു ജനകീയ പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. വീരശൈവർ കഴുത്തിൽ ശിവലിംഗം ധരിക്കുന്നത് കൊണ്ട് ശിങ്കായത്തുകൾ എന്നും അറിയപ്പെട്ടിരുന്നു. വീരശൈവ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ബസവണ്ണ. ശിങ്ക വിവേചനത്തിനും ജാതി വിവേചനത്തിനുമെതിരെ ആദ്യമായിട്ട് രംഗത്ത് വന്ന പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. വീരശൈവർ ശിവഭക്തരാണ്. വീരശൈവ പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ നോക്കിയാൽ ജാതി വ്യവസ്ഥയെ എതിർത്തു, സ്ത്രീ പുരുഷ സമത്വത്തിന് പ്രാധാന്യം നൽകി, വിധവാ വിവാഹം, മിശ്രഭോജനം, പ്രായപൂർത്തി വിവാഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു, പുനർജന്മ സിദ്ധാന്തങ്ങളെ ചോദ്യം ചെയ്തു, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി എന്നീ ആശയങ്ങൾ പ്രചരിപ്പിച്ചു, അധ്വാനത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചു. 12ാം നൂറ്റാണ്ടിൽ ലിംഗായത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട ഒരു ജനാധിപത്യ വേദിയാണ് അനുഭവ മണ്ഡപം. ബസവണ്ണയുടെ നേതൃത്വത്തിൽ അനുഭവ മണ്ഡലത്തിലെ കൂടിയ സമ്മേളനങ്ങളിൽ ജാതി, മത, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കടന്നു വരാനും ചർച്ചകളിൽ പങ്കെടുക്കുവാനും അവസരമുണ്ടായിരുന്നു. സമൂഹത്തിലെ അസമത്വങ്ങളെ എതിർക്കുന്നതിനും ജാതി മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്നതിനും ഇത് വഴിതെളിച്ചു. തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത് ബസവണ്ണയാണ്. എല്ലാ വ്യക്തിക്കും ഏതെങ്കിലും ഒരു തൊഴിൽ സ്വീകരിക്കണമെന്ന് അത് ആത്മാർത്ഥമായി നിർവഹിക്കണമെന്നും പറഞ്ഞത് ബസവണ്ണയാണ്. നാം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞത് ബസവണ്ണയാണ്. ലോകത്തിലെ എല്ലാ തൊഴിലിനും അതിൻ്റേതായ മാഹാത്മ്യമുണ്ട് എന്നും പറഞ്ഞത് ബസവണ്ണയാണ്. വീരശൈവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് കന്നഡ ഭാഷയിലെ സാഹിത്യ രൂപമായ വചന സാഹിത്യം പ്രസിദ്ധമായത്. വചന സാഹിത്യത്തിൽ സംഭാവനകൾ നൽകിയവരാണ് ബസവണ്ണ, അല്ലമ്മ പ്രഭു, അക്ക മഹാദേവി. ബസവണ്ണ വചനങ്ങളിലൂടെയും വേദങ്ങളിലൂടെയും പ്രാമാണികതയെ ചോദ്യം ചെയ്യുകയും സാമൂഹിക പരിഷ്കരണ ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വചന സാഹിത്യം കന്നഡ ഭാഷയിലൂടെ വളർച്ചയെ ഏറെ സഹായിക്കുകയുണ്ടായി. ഭക്തി പ്രസ്ഥാനം ഉത്തരേന്ത്യയിൽ. തമിഴ്നാട്ടിൽ ആരംഭിച്ച ഭക്തി പ്രസ്ഥാനം പിൽക്കാലത്ത് ഉത്തരേന്ത്യയിൽ വ്യാപിച്ചു. കബീർ. ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസ്ലിമും എന്ന് അഭിപ്രായപ്പെട്ട് പറഞ്ഞത് കബീർദാസ് ആണ്. തുടർന്നും അദ്ദേഹത്തിൻ്റെ വാചകമാണ് കൊടുത്തിരിക്കുന്നത്, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. കബീർദാസ് ഹിന്ദു മതവും ഇസ്ലാം മതവും തമ്മിൽ സാഹോദര്യ ബന്ധം വളർത്താൻ ശ്രമിച്ചു. കബീറിൻ്റെ ലക്ഷ്യം എല്ലാ ജാതിക്കാരെയും മതസ്ഥരെയും ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ മതം പ്രചരിപ്പിക്കലാണ്. ജാതി, മതം, വർണ്ണം, കുടുംബം, സമ്പത്ത് തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തെ കബീർ ശക്തമായിട്ട് എതിർത്തു നിന്നു. ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയും ശക്തമായി എതിർത്ത കബീർ മാനവിക ഐക്യത്തിന് ഊന്നൽ നൽകി. വിഗ്രഹാരാധന, തീർത്ഥാടനം, പുണ്യനദീ സ്നാനം എന്നിവയെ കബീർ നിരാകരിച്ചു. സന്യാസം സ്വീകരിക്കുന്നതിനായിട്ട് ഗാർഹിക ജീവിതം ഉപേക്ഷിക്കുന്നതിനെയും അദ്ദേഹം അനുകൂലിച്ചില്ല. സൂഫി ഭക്തി പാരമ്പര്യങ്ങളുമായിട്ടുള്ള നിരന്തരമായ സംവാദത്തിൻ്റെയും ചർച്ചയുടെയും ഫലമായിട്ടാണ് കബീറിൻ്റെ ആശയങ്ങൾ വികാസം പ്രാപിച്ചത്. ഗുരുനാനക്. ഏകദൈവ വിശ്വാസത്തിന് ഊന്നൽ നൽകിയ പ്രബോധകനാണ് ഗുരുനാനക്. ഹിന്ദു, ഇസ്ലാം മതങ്ങളിലെ
തത്വങ്ങളെ ഏകീകരിക്കാനാണ് നാനാക്ക് ശ്രമിച്ചത്. മതസഹിഷ്ണുത, സാർവത്രിക സാഹോദര്യം എന്നീ ആശയങ്ങളുടെ വക്താവായിരുന്നു ഗുരു നാനക്. അദ്ദേഹം ഹിന്ദു, ഇസ്ലാം മതങ്ങളിലെ ബാഹ്യാനുഷ്ഠാനങ്ങളെ എതിർത്തു. ദൈവത്തിലേക്ക് എത്താൻ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ശുദ്ധി വേണം എന്ന് പറഞ്ഞത് ഗുരു നാനാക്കാണ്. വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെ അദ്ദേഹം നിശ്ചിതമായിട്ട് എതിർത്തു. ഗൃഹസ്ഥന്റെ ചുമതലകൾ ആത്മീയ ജീവിതത്തോടൊപ്പം കൊണ്ടുപോകുന്ന മധ്യമാർഗമാണ് എന്ന് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്. ഷാബാദ് എന്നറിയപ്പെട്ടിരുന്ന പ്രാർത്ഥനാ ഗീതങ്ങൾ സംഭാവന നൽകിയത് ഗുരു നാനാക്കാണ്. മനുഷ്യരെല്ലാം തുല്യരാണ്, അവർക്കിടയിൽ ജാതി വ്യത്യാസം പാടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. തൻ്റെ അനുയായികൾ ഒരു പൊതു അടുക്കള ലങ്കറിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏത് ജാതിയിൽപ്പെട്ടവർക്കും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുമെന്നും നാനാക്ക് പറഞ്ഞു. നാനാക്കിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിൻ്റെ ഉത്ഭവത്തിന് വഴിതെളിച്ചു. ഭക്തിയിലെ സ്ത്രീ സാന്നിധ്യം. നിരവധി സ്ത്രീകൾ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവരിൽ പ്രധാനിയായിരുന്നു രാജസ്ഥാനിലെ കവയിത്രിയായ മീരാഭായ്. അവർ കൃഷ്ണഭക്തരായിരുന്നു. മീരാഭായ് ധാരാളം ഭജനകൾ രചിച്ചു. കൃഷ്ണനെ സംബോധന ചെയ്തുകൊണ്ടുള്ള ഭക്തിഗാനങ്ങളാണ് അവയെല്ലാം. മീരാഭായിയുടെ ഗാനങ്ങൾ ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും ജനങ്ങൾ ഇപ്പോഴും ആലപിക്കുന്നുണ്ട്. മീരാഭായിക്ക് അനുയായികളോ ഒരു സംഘമോ വിഭാഗമോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നൂറ്റാണ്ടുകളോളം പ്രചോദനത്തിൻ്റെ ഒരു ഉറവിടമായിട്ട് അവർ അംഗീകരിക്കപ്പെട്ടു. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രസിദ്ധരായ സ്ത്രീകളും അവരുടെ സ്ഥലവുമാണ് പറയാൻ പോകുന്നത്. ലാൽ ദേദ് കാശ്മീർ, ഫഹിനാഭായ് മഹാരാഷ്ട്ര, അക്ക മഹാദേവി കർണാടക, ആണ്ടാൾ തമിഴ്നാട്, അമ്മയാർ കാരയ്ക്കലുമാണ് അവരുടെ സ്ഥലം. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ. ഈശ്വരാർപ്പണം എന്ന ലക്ഷ്യം വെച്ചാണ് ഭക്തി രൂപപ്പെട്ടത് എങ്കിലും ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയ്ക്ക് ഇത് ഗുണപരമായിട്ടുള്ള ചില ഫലങ്ങൾ ഉളവാക്കി. ഈശ്വരന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നായിരുന്നു ഭക്തി പ്രചാരകർ പാടിയതും പറഞ്ഞതും നടന്നിരുന്നത്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ. ജാതി വിവേചനത്തിനെതിരായ സാമൂഹിക സമത്വം എന്ന ചിന്ത ഇതുമൂലം ശക്തിപ്പെട്ടു. സ്ത്രീ പുരുഷ സമത്വമെന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. ജാതിയിൽ പിന്നാക്കരായി തിരുപ്പന ആഴ്വറും കബീറും ലാൽ ദേദും ഭക്തി പ്രസ്ഥാനത്തിൽ നയിച്ചപ്പോൾ സാമൂഹിക സമത്വമെന്ന ആശയത്തിന് പ്രചാരം ലഭിച്ചു. പ്രാദേശിക ഭാഷകൾ വികസിച്ചു. അനാചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. പ്രാദേശിക ഭാഷയുടെ വളർച്ച. ഇന്ത്യ ഒട്ടാകെയുള്ള ഭക്തി സൂഫി പ്രബോധകർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് അതത് പ്രദേശത്തുള്ള ഭാഷയായിട്ടായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്. ഇത് പ്രാദേശിക ഭാഷയുടെ വളർച്ചയ്ക്ക് കാരണമായി. ഹിന്ദിയുടെ 2 രൂപങ്ങളായ ബ്രജും, അതായത് വ്രജഭാഷയും അവധിയും സംസാര ഭാഷയായിട്ട് ഉപയോഗിക്കപ്പെട്ടു. പഞ്ചാബി, കന്നഡ, തെലുങ്ക്, ഒറിയ, ആസാമീസ്, മറാത്തി, ബംഗാളി, സിന്ധി, മലയാളം എന്നീ ഭാഷകൾ രൂപം കൊണ്ടത് ഇക്കാലത്താണ്. മധ്യകാലത്ത് രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കോടതി ഭാഷ പേർഷ്യനായിരുന്നു. അതിനാൽ പല പ്രാദേശിക ഭാഷയിലും പേർഷ്യൻ വാക്കുകൾ പ്രവേശിച്ചു. പേർഷ്യനും ഹിന്ദിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമായിട്ട് ഉറുദു എന്ന പുതിയ ഭാഷ രൂപം കൊണ്ടു. മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയിലെ സാംസ്കാരിക സമന്വയത്തിൻ്റെ മികച്ച ഉദാഹരണമാണ് ഉറുദു ഭാഷ. ഡെക്കാൻ പ്രദേശത്ത് സംസാരിച്ചിരുന്ന ഉറുദുവിന്മേൽ തെലുങ്കിൻ്റെയും മറാത്തിയുടെയും ശക്തമായിട്ടുള്ള സ്വാധീനമുണ്ട്. ക്രമേണ ഉറുദു പട്ടണത്തിലെ ഏറ്റവും പ്രചാരമുള്ള സംസാര ഭാഷയായി തീർന്നു. ഉറുദു എന്ന വാക്കിൻ്റെ വാച്യാർത്ഥം ക്യാമ്പ് എന്നാണ്. വിവിധ ഭാഷക്കാരായ പട്ടാളക്കാർ തമ്മിൽ സംസാരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് ഉറുദു. ഇതിൻ്റെ വ്യാകരണം ഹിന്ദിയുടേതാണ്. വാക്കുകൾ എടുത്തിരിക്കുന്നത് പേർഷ്യൻ, തുർക്കി, ഹിന്ദി എന്നീ ഭാഷകളിൽ നിന്നുമാണ്. പശ്ചിമ തീരപ്രദേശങ്ങളിൽ കച്ചവടക്കാർ അറബി ഉപയോഗിച്ചിരുന്നു. അറബി പ്രാദേശിക ഭാഷകളായി സ്വാധീനിക്കുകയുണ്ടായി. കേരളത്തിൽ അറബിയുടെ സ്വാധീനം മൂലം അറബി മലയാളം എന്ന പുതിയ മിശ്ര ഭാഷാരൂപം നിലവിൽ വന്നു. മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു. വിജയനഗര ഭരണാധികാരികളുടെ സഭകളിൽ ആഘോഷാവസരങ്ങളിൽ സംസ്കൃതം ഉപയോഗിച്ചു.
ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷയായിട്ട് സംസ്കൃതം നിലനിന്നു. സംസ്കൃതത്തിലുള്ള ബഹുജന സാഹിത്യങ്ങളായ പുരാണങ്ങൾ, രാമായണം, മഹാഭാരതം എന്നിവ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമായി. ഈ കാലഘട്ടത്തിൽ ചില കവികളെയും എഴുത്തുകാരെയും പേർഷ്യൻ സാഹിത്യം സ്വാധീനിച്ചു. അക്കാലത്തെ ഏറ്റവും ശ്രദ്ധേയമായ പേർഷ്യൻ എഴുത്തുകാരനാണ് അമീർ ഖുസ്രു. അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഉള്ളടക്കം ഇന്ത്യയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും ഇന്ത്യക്കാരനായതിനുള്ള അഭിമാനവും വ്യക്തമാക്കുന്നതാണ്. അക്കാലത്ത് ധാരാളം ഇന്ത്യൻ കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. രാമായണം, മഹാഭാരതം, അഥർവവേദം, ഉപനിഷത്തുകൾ എന്നിവ കൂട്ടത്തിൽപ്പെടുന്നു. ചരിത്ര ഗ്രന്ഥമായ രാജതരംഗിണി രചിച്ചത് കൽഹണനാണ്. കശ്മീരിലെ രാജാവായിരുന്ന സൈനുൽ അബ്ദീൻ്റെ കാലത്താണ് രാജതരംഗിണി പേർഷ്യനിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത്. ഭാഷ, അതിലെ കൃതികളും സാഹിത്യശാഖയും രചയിതാക്കളുടെ പേരും നോക്കാം. ബംഗാളി ഭാഷയിലാണ് മഹാഭാരതം ബംഗാളിലേക്ക് വിവർത്തനം ചെയ്തു. അത് ശ്രീകരനന്ദി കവീന്ദ്രനാണ് ചെയ്തത്. തുടങ്ങി ബംഗാളി രാമായണം, അതിൻ്റെ രചയിതാവിൻ്റെ പേര് കൃത്തിവാസ ഓജ എന്നാണ്. മറാത്തി ഭാഷയിൽ നിന്നും ഗീതങ്ങളാണ് വരുന്നത്. വമന പണ്ഡിത് എന്നാണ് അത് രചയിതാവിൻ്റെ പേര്. ഒറിയ ഭാഷയിൽ നിന്നും കാവ്യങ്ങൾ സരളദാസ. തെലുങ്കിൽ നിന്നും മഹാഭാരതം തെലുങ്കിലേക്ക് വിവർത്തനം ചെയ്തു. അത് ചെയ്തത് നന്നയ്യ, തിക്കന, യരപ്രഗത തുടങ്ങിയവരാണ്. തമിഴ് ഭാഷയിൽ നിന്നും തിരുമുരൈ അപ്പർ സമ്പന്തറാണ് അതിൻ്റെ രചയിതാവ്. തുടർന്ന് 4000 വിദ്യാ പ്രബന്ധം ആഴ്വാർമാരാണ് രചിക്കപ്പെട്ടത്. കന്നഡ ഭാഷയിൽ നിന്നും കവിരാജ മാർഗം, അത് രചിച്ച ആളുടെ പേര് അമോഘവർഷൻ എന്നാണ്. മലയാളം ഭാഷയിലായപ്പോൾ ആധ്യാത്മരാമായണം കിളിപ്പാട്ട്, അതിൻ്റെ രചയിതാവ് എഴുത്തച്ഛനാണ്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളർന്ന് വികാസം പ്രാപിച്ച ഭാഷയാണ് ഹിന്ദി. രാമായണവും രാമാനന്ദനും കബീറും ഹിന്ദിയിൽ ധർമ്മോപദേശം നടത്തി. ഹിന്ദി സാഹിത്യത്തിലെ മികച്ച സൃഷ്ടികൾക്ക് ഉദാഹരണങ്ങളാണ് ദോഹ കബീറിൻ്റെ, സൂർസാഗർ സൂർദാസ്, രാമചരിതമാനസ് തുളസീദാസ്, ഭജനകൾ മീരാഭായ്, പത്മാവതി മാലിക് മുഹമ്മദ് ജായസിയാണ് രചിച്ചത്. സംഗീതം, അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അമീർ ഖുസ്രു. അദ്ദേഹത്തെക്കുറിച്ച് നോക്കാം. സൽത്തനത്ത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മധ്യകാലത്തെ പ്രമുഖ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും കവിയുമായിരുന്ന വ്യക്തിയാണ് അമീർ ഖുസ്രു. അമീർ ഖുസ്രു കർണാടക സംഗീത വിദ്വാൻ നായക് ഗോപാലിൽ നിന്നുമാണ് ഇന്ത്യൻ സംഗീതത്തിൻ്റെ വിവരങ്ങൾ അഭ്യസിച്ചത്. അദ്ദേഹം സംഗീത ഉപകരണങ്ങൾ വായിക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന സൂഫി ആചാരമായ സാമയ്ക്ക് സവിശേഷമായതും രൂപം നൽകി. ഭവാലി തുടങ്ങുന്നതും അവസാനിക്കുന്നതിന് മുൻപ് ഒരു പ്രാർത്ഥനാഗീതം പാടി ദൈവത്തെ സ്തുതിക്കുക എന്നതായിരുന്നു അത്. മധ്യകാലഘട്ടത്തിൽ സംഗീതം പുതിയ രൂപങ്ങൾക്ക് കൊണ്ട് സമൃദ്ധപ്പെട്ടു. ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന സംഗീത ശൈലിയായ കർണാടക സംഗീതം കൂടുതൽ വികാസം നേടി. അക്കാലത്തെ പ്രസിദ്ധമായ കർണാടക സംഗീതജ്ഞനാണ് നായിക് ഗോപാൽ. മധ്യകാലഘട്ടത്തിൽ ഡെക്കാനിൽ നിന്നും ധാരാളം സംഗീതജ്ഞർ ഉത്തരേന്ത്യയിലേക്ക് കുടിയേറി. ഇതേ സമയത്ത് ഉത്തരേന്ത്യയിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് പുതിയൊരു സംഗീത ശൈലി തന്നെ രൂപം കൊണ്ടു. ഈ സംഗീത ശൈലിയെ അറിയപ്പെട്ടിരുന്നത് ഹിന്ദുസ്ഥാനി സംഗീതം എന്നാണ്. മധ്യകാല രാജാക്കന്മാർ ഈ സംഗീത വിഭാഗത്തിൻ്റെ പ്രോത്സാഹകർ ആയിരുന്നു. അക്കാലത്ത് സംഗീതത്തിൽ പുതിയ രൂപങ്ങൾ ഉണ്ടായി. പേർഷ്യയിൽ നിന്നുമുള്ള സങ്കേതങ്ങൾ ഇന്ത്യൻ സംഗീതത്തിൽ പരീക്ഷിക്കപ്പെട്ടു. ഖയാൽ, തുമ്രി തുടങ്ങിയ ആലേപന രീതികൾക്ക് പ്രചാരം ലഭിച്ചു. ഇതിനു പുറമെ സിത്താർ, സാരംഗി, തബല തുടങ്ങിയ പുതിയ സംഗീത ഉപകരണങ്ങൾ പ്രചാരത്തിലായി. ചില സൂഫികൾക്ക് ആലേപനത്തിനുണ്ടായിരുന്ന താല്പര്യവും ഇതിന് കാരണമായിട്ട് മാറി. ഖയാൽ എന്ന സംഗീത രീതിയും ഗസലുകളും ഇന്ത്യയിൽ വികാസം പ്രാപിക്കുന്നത് സൂഫികളിലൂടെയാണ്. അക്കാലത്ത് സംസ്കൃതത്തിലുള്ള സംഗീതകൃതികൾ
പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലത്ത് രാഗദർപ്പൺ എന്ന സംഗീതകൃതി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. അക്ബർ ചക്രവർത്തി തികഞ്ഞ ഒരു സംഗീതോപാസകനായിരുന്നു. അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ 36 സംഗീതജ്ഞരുണ്ടായിരുന്നതായിട്ട് അബുൾ ഫസൽ പറയുന്നുണ്ട്. അവരിൽ ഏറ്റവും പ്രസിദ്ധനാണ് താൻസെൻ. ഹിന്ദുസ്ഥാനി സംഗീതത്തെ സമ്പന്നമാക്കിയ താൻസെന്റെ സംഭാവനയാണ് ദർബാറി രംഗം. ദർബാറി രംഗം താൻസെന്റെ സംഭാവനയാണ്. 13-ാം നൂറ്റാണ്ടിൽ ആദ്യ പകുതിയിൽ ജീവിച്ചിരുന്ന ശാർങ്ഗദേവന്റെ ഗ്രന്ഥമാണ് സംഗീത രത്നാകരം. സംഗീത രത്നാകരം മധ്യകാല ഇന്ത്യൻ സംഗീത ലോകത്തെ പ്രധാന സംഭാവനയാണ്. വിജയനഗര രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പേർഷ്യൻ അറബി സംഗീതം ദക്ഷിണേന്ത്യയിലെ കർണാടക സംഗീതത്തെ സ്വാധീനിച്ചു. അടുത്തതായിട്ട് നമുക്ക് വാസ്തുവിദ്യയും ചിത്രകലയും കുറിച്ച് നോക്കാം. മധ്യകാല ഇന്ത്യയിൽ വാസ്തുവിദ്യയും ചിത്രകലയും പുരോഗതി നേടി. വാസ്തുവിദ്യയിലെ പുതിയ ശൈലികളായ ദ്രാവിഡ, നാഗര, ഇന്തോ പേർഷ്യൻ എന്നിവ വികാസം പ്രാപിച്ചത് മധ്യകാലഘട്ടത്തിലാണ്. വിവിധ ശില്പശൈലികളുടെയും സമന്വയം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ്. ബൃഹദേശ്വര ക്ഷേത്രം, തഞ്ചാവൂർ ദ്രാവിഡ ശില്പകലയെ സൂചിപ്പിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. തുടർന്ന് ചെങ്കോട്ട ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്തോ പേർഷ്യൻ ശില്പകലയെ സൂചിപ്പിക്കുന്നു. തുടർന്ന് കാന്ത്യ ക്ഷേത്രം ഖജുരാഹോ നാഗര ശില്പകലയാണ് സൂചിപ്പിക്കുന്നത്. മധ്യകാലഘട്ടത്തിലെ ചിത്രകലയുടെ സവിശേഷതകൾ നോക്കിയാൽ മുഗൾ കാലഘട്ടത്തിൽ നിലവിൽ വന്ന ചിത്രകലാരീതി സൂക്ഷ്മ ചിത്രകല എന്നീ പേരിൽ അറിയപ്പെട്ടിരുന്നു. പുസ്തകങ്ങളിലെ ചിത്രങ്ങളെ പോലെ ചെറിയ ചിത്രങ്ങൾ വരയ്ക്കുക എന്നതാണ് ഈ രീതി. ഇന്ത്യൻ ശൈലിയും പേർഷ്യൻ ശൈലിയും കലർത്തിയുണ്ടാക്കിയ ഒരു ശൈലിയാണിത്. മുഗൾ ഭരണാധികാരിയായിരുന്ന ഹുമയൂൺ പേർഷ്യൻ കലാകാരന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും മീർ സയ്യിദ് അലി, അബൂ സമദ് എന്നിവരെയും കൊട്ടാരത്തിൽ വരുത്തുകയും ചെയ്തു. മുഗൾ ചിത്രകലയുടെ ഉപജ്ഞാതാക്കളാണ് മീർ സയ്യിദും അലി, അബ്ദു സമദ് തുടങ്ങിയവർ. അക്ബറിന്റെ ഭരണകാലത്ത് രാജകീയ സ്ഥാപനങ്ങളിൽ ഒന്നിൽ, അതായത് ഖാർഖാന, ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പല വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഇതിൽ പങ്കെടുത്തിരുന്നു. മുഗൾ ചക്രവർത്തിമാരായ അക്ബറിന്റെ കാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത പൂർണ്ണമായിട്ടുള്ള ചിത്രരൂപത്തിൽ തയ്യാറാക്കിയ വ്യക്തിയാണ് ദസ്വന്ത്. ഭാരതീയ വിഷയങ്ങളും ഇന്ത്യയിലെ പ്രകൃതി ദൃശ്യങ്ങളും ക്രമേണ ചിത്രങ്ങളിൽ ആവിഷ്കരിക്കപ്പെട്ടു. പക്ഷിമൃഗാദികളുടെ ചിത്രീകരണത്തിലും ഇക്കാലത്തെ ചിത്രകാരന്മാർ മികവ് കാണിച്ചിരുന്നു. ജഹാംഗീറിന്റെ ഭരണകാലത്ത് ചിത്രങ്ങളുടെ ഗുണമേന്മ വർദ്ധിച്ചു. ജഹാംഗീറിന്റെ കാലത്തെ ഏറ്റവും മികച്ച ചിത്രകാരന്മാരാണ് ബിഷൻദാസും അബുൾ ഫസലും തുടങ്ങിയവർ. ഷാജഹാന്റെ കാലത്ത് ജീവിച്ചിരുന്ന ചിത്രകാരനാണ് കല്യാൺ ദാസ്. മധ്യകാലഘട്ടത്തിൽ ചിത്രകാരന്മാരുടെ സംഘടനകൾ നിലനിന്നിരുന്നു. ഗുജറാത്ത്, കാശ്മീർ, ഡെക്കാൻ തുടങ്ങി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നവരായിരുന്നു അവർ. അതതിടങ്ങളിൽ പ്രാദേശിക ശൈലികൾ അവരുടെ ചിത്രരചനയെ സ്വാധീനിച്ചു. ഇന്ത്യയിലെയും പേർഷ്യയിലെയും പുരാണങ്ങളിൽ നിന്നും കഥകളിൽ നിന്നുമുള്ള രംഗങ്ങൾ അവർ ചിത്രീകരിച്ചു. അക്കാലത്തെ ചുവർ ചിത്രങ്ങളും ശ്രദ്ധേയമാണ്. ചോള കാലഘട്ടത്തിലെ തഞ്ചാവൂർ ക്ഷേത്രങ്ങളിലെ ചുവർ ചിത്രങ്ങൾ മധ്യകാല ചിത്രകലയുടെ പ്രധാന സവിശേഷതകളാണ്. ഈ കാലഘട്ടത്തിൽ രൂപം കൊണ്ട ഒരു ചിത്രകലാ രീതിയാണ് രാജസ്ഥാനി രീതി. പാരമ്പര്യ ശൈലിയും മുഗൾ ശൈലിയും സമന്വയിപ്പിച്ചതാണ് രാജസ്ഥാൻ ചിത്രകലാ രീതി. രാജസ്ഥാനി ചുവർ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. മധ്യകാല ഇന്ത്യ രൂപപ്പെടുത്തിയെടുത്ത സംസ്കാര സമന്വയം പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്കു കാരണമായിട്ട് മാറി. സമന്വയത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകകളായിരുന്നു ദീൻ ഇ ഇലാഹിയും സിഖ് മതവും. ദീൻ ഇ ഇലാഹി രാജാവിനാൽ സ്വാധീനിക്കപ്പെട്ടതായിരുന്നുവെങ്കിൽ സിഖ് മതം ജനങ്ങളിൽ നിന്നും രൂപപ്പെട്ടതാണ്. ശില്പകല, ചിത്രകല, സാഹിത്യം, സംഗീതം എന്നീ മേഖലകളിൽ ആവിഷ്കരിക്കപ്പെട്ട പുതിയ ശൈലികൾ ഇന്ത്യയുടെ സംസ്കാരത്തെ സമ്പന്നമാക്കി മാറ്റി. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമുള്ളവരും വ്യത്യസ്ത മതവിശ്വാസികളും
പ്രസ്ഥാനങ്ങളും ഈ സാംസ്കാരിക സമന്വയത്വത്തിന് അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ 6ാമത്തെ പാഠമായ സമന്വയത്തിൻ്റെ ഇന്ത്യ എന്ന ഈ ഒരു ഹിസ്റ്ററിയിലെ പാഠം ഇവിടെ പൂർത്തീകരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ പ്രചാരത്തിൽ നേടാനായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.